തിരുവനന്തപുരം ബാലരാമപുരത്തെ കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പിതാവ് ശ്രീജിത്തിന്റെ അച്ഛനും മൂത്ത മകളും പോലീസ് സ്റ്റേഷനിൽ. ശ്രീധുവിന്റെ മൂത്ത മകളെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നതായാണ് ശ്രീധുവിന്റെ മൊഴി. ഇക്കാര്യം മൂത്ത കുട്ടിയോട് പോലീസ് ചോദിക്കും. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത പ്രതിസന്ധി ഉണ്ടായത് ദേവേന്ദു ജനിച്ചതിന് ശേഷമെന്ന് ഹരികുമാർ വിശ്വസിച്ചു എന്നും മൊഴി വരികയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും, ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഇന്നത്തെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ? കൂടുതൽ വിവരങ്ങൾ, ഇന്നലത്തതിന് പുറമെയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്നത്? അജിംഷാദ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബാംഗങ്ങളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിലെല്ലാം തന്നെ ഒരു വ്യക്തത കുറവുണ്ട്, ചില അവ്യക്തതകളുണ്ട് എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമായ മൊഴികൾ ഈ കുടുംബാംഗങ്ങൾ നൽകിയതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. താൻ തന്നെയാണ് ഈ കുട്ടിയെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്ന്, താൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച മൊഴി വിശദമായി, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഇത് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ എന്തിനാണ് ഈ കൊലപാതകം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്കാര്യം അതിലെ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കുക എന്നുള്ളതാണ് നിലവിൽ പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി അടക്കം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടികളെ ഈ പ്രതി നേരത്തെ ഹരികുമാർ, അതായത് ഈ കുട്ടികളുടെ അമ്മാവനായ ഹരികുമാർ നേരത്തെ തന്നെ പലതരത്തിൽ ഉപദ്രവിച്ചിരുന്നു എന്ന മൊഴി അമ്മ നൽകിയിട്ടുണ്ട് പോലീസിന്. ഈ മൊഴി സംബന്ധിച്ചും ഇന്ന് വിശദമായി കുടുംബാംഗങ്ങളോട് ചോദിച്ചറിയാനാണ് ഇപ്പോൾ ഇവരെ വിളിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ മുത്തശ്ശിയെ നേരത്തെ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ മൂത്ത സഹോദരി സ്റ്റേഷനിലുണ്ട്. പിതാവ് ശ്രീജിത്തും അതുപോലെ തന്നെ ശ്രീജിത്തിന്റെ പിതാവും അവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ച് ഈ കുറ്റം ഇയാൾ സമ്മതിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണ് എന്നതാണ് പോലീസിന് മുന്നിൽ നിലവിലുള്ള ഒരു ചോദ്യം. ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ചെയ്യാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, തീർച്ചയായും, കാരണം നിയമത്തിന് മുന്നിൽ വരണമെങ്കിൽ മോട്ടീവ് വ്യക്തമാവേണ്ടതുണ്ട്. ക്രൈമിന്റെ അല്ലെങ്കിൽ പ്രതിയുടെ മോട്ടീവ് എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ കമലേഷ് തെക്കേക്കാട്, അതായത് ഈ കുട്ടിയെ നേരത്തെയും ഹരികുമാർ ഉപദ്രവിച്ചിരുന്നു എന്നതാണോ മൊഴിയെത്തുന്നത്? കാരണം കിണറ്റിലേക്ക് എറിഞ്ഞാണ് കൊന്നത് ഹരികുമാർ എന്നതാണ് ഇന്നലത്തെ വരെയുള്ള പോലീസിൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം. പക്ഷേ മുമ്പും കുട്ടിയെ സമാന രീതിയിൽ കിണറ്റിലേക്ക് അല്ലെങ്കിൽ പോലും എടുത്തെറിഞ്ഞു എന്ന് ശ്രീധു പറയുന്നു. അതെന്താണ്? ഈ കുട്ടികളെ നേരത്തെ തന്നെ, അതായത് ഈ കുട്ടികളോട് ഈ മാതാപിതാക്കൾ വലിയ വാത്സല്യം കാണിക്കുന്നത് ഇയാൾക്ക്, ഈ പ്രതിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നൊരു മൊഴിയാണ് അമ്മ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അടക്കം കൊടുക്കുമ്പോൾ ഇയാളെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ നിലയിലുള്ള ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ആളാണ് ഈ പ്രതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന് മുന്നിലുള്ള മൊഴിയും, അമ്മയുടെ മൊഴിയും ആ നിലയിലാണ് ഉള്ളത്. നേരത്തെ തന്നെ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു, എടുത്തെറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട കുട്ടിയുടെ മൂത്ത സഹോദരിയെ കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുള്ളത്. ആ കുട്ടിയോടുകൂടി ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചറിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ അടക്കം അവരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ഡിവൈഎസ്പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണും എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതോടുകൂടി നമുക്ക് ഇക്കാര്യത്തിലുള്ള മറ്റ് സംശയങ്ങളും ഒരു അവ്യക്തതയും ഒക്കെ മാറിക്കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പക്ഷേ കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊരു നടപടിക്രമമാണ്. അത്തരത്തിൽ പ്രതിയെ അവിടെ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനുശേഷം വൈകിട്ടോടുകൂടി വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കുകയും അതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും അതിനു മുൻപ് ഈ കോടതിയിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കൊടുക്കുന്നതിന് മുൻപ് വളരെ വിശദമായി ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യമടക്കം പോലീസിന് അതിലുള്ള വ്യക്തത കുറവടക്കം ദൂരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കുടുംബാംഗങ്ങളെ കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്, അതുപോലെ തന്നെ കമലേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. മുത്തശ്ശി, മരിച്ച പേരക്കുട്ടിക്ക് മുന്നിൽ
പൊട്ടിക്കരയുന്ന മുത്തശ്ശി. ഒരുപക്ഷെ ഇന്ന് മുത്തശ്ശിയും മുത്തശ്ശനെയും മൊഴിയെടുക്കുമ്പോൾ നിർണായകമായ വിവരങ്ങൾ, ഒരുപക്ഷെ ആ കുഞ്ഞ് മരിച്ചതിലുള്ള വൈകാരികമായ വലിയ വേദന ബാക്കിയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ വസ്തുതകൾ പോലീസിന് പിറക്കിയെടുക്കാനാകും. അതുകൊണ്ട് ഇന്നത്തെ മൊഴിയെടുക്കൽ, പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ മൊഴിയെടുക്കൽ നിർണായകമാകും അല്ലേ തെക്കേക്കാട്? തീർച്ചയായും ജിംഷാദ്, ആ നിലയിൽ തന്നെയാണ് പോലീസും അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഇവരുടെ, അതായത് കുട്ടിയുടെ അടക്കം മൊഴിയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാകുമോ എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കുട്ടിയെ അടക്കം രാവിലെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കുട്ടിയുടെ മുത്തശ്ശൻ, അതുപോലെ തന്നെ മുത്തശ്ശി, പിതാവ് അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ മാതാവ്, നിലവിൽ ശ്രീതു എന്ന മാതാവ്, അവരുടെ മൊഴി നിലവിൽ ഇനി എടുക്കുന്നില്ല എന്നാണ് പോലീസ് തീരുമാനിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരിപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തന്നെ അവരെ പാർപ്പിച്ചിട്ടുള്ളത്. അവരെ കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിലേക്ക് വിടാമായിരുന്നതാണ്. പക്ഷേ ബന്ധുക്കൾ എങ്ങനെ പ്രതികരിക്കും, ബന്ധുക്കൾ അവരെ കൊണ്ടുപോകാൻ തയ്യാറാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു വല്ലാത്തൊരു വൈകാരികമായ ഒരു പശ്ചാത്തലം നിലവിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ സംരക്ഷണയിൽ മഹിളാ മന്ദിരത്തിൽ അവരെ പാർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രതി ഇവിടെയുണ്ട്, ബാലരാമപുരത്തുണ്ട്. അയാളെയും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് രണ്ടാമതായി എത്തുന്നത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് ഇവിടെയും. നേരത്തെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും പല കൊലപാതകത്തിലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. ഇവിടെയും അത്തരത്തിലൊരു എലമെൻ്റ് ഉണ്ട്. അതായത് ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായത്. അങ്ങനെ ശ്രീധുവിനും ശ്രീധുവിൻ്റെ കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് ഹരികുമാർ ഏറ്റെടുക്കേണ്ട അവസ്ഥയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു അന്ധവിശ്വാസത്തിൻ്റെ എലമെൻ്റ് പറയപ്പെടുന്നതിലെ യുക്തി എത്രമാത്രമാണ് കമലേഷ് തെക്കേക്കാട്? അജിംഷാദ്, അത്തരം കാര്യങ്ങളിൽ നിലവിൽ നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് പോലീസ് തന്നെയാണ്. മാത്രമാണ് നിലവിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പോലീസ് ഇക്കാര്യത്തിലൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത എപ്പോഴാണ് ഡിവൈഎസ്പിയുടെ വാർത്താ സമ്മേളനം? മാധ്യമങ്ങളെ കണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുമോ? അക്കാര്യങ്ങൾ അജിംഷാദ് 11 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സമയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും നിലവിൽ ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, പോലീസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ വെക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കം, FIR അടക്കം തയ്യാറായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം കൂടി, അതായത് കോടതിയിൽ എത്തിക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നത് വളരെ കൃത്യമായി കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട്. ഇത് റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള പ്രക്രിയയിലേക്ക് കടക്കണമെങ്കിൽ ഈ വിഷയങ്ങൾ കൃത്യമായി കോടതിയിൽ ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് പോലീസിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അവസാനഘട്ട ഒരു വ്യക്തത വരുത്തൽ കൂടിയാണ് നിലവിലിപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ കുടുംബാംഗങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അജിംഷാദ്.